നിശബ്ദത ഭയപ്പെടുത്തുമോ? ഇല്ലെന്നാണ് ഉത്തരമെങ്കിൽ മുണ്ടക്കൈയിലേക്ക് പോകണം. അലർച്ച അവസാനിപ്പിച്ച ഉരുളവശിഷ്ടങ്ങൾ കുമിഞ്ഞുകൂടിയിടത്ത് അസഹനീയമായ ഒരു നിശബ്ദതയുണ്ട്. മുണ്ടക്കൈയും ചൂരൽമലയും അട്ടമലയും കടന്ന് അത് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നു. മേപ്പാടിയിലെ അതിജീവിതരുടെ ചെവിയിൽ അത് അലയടിക്കുന്നു. പുത്തുമലയിൽ ഇന്ന് മണ്ണിനാൽ മൂടപ്പെട്ടത് മണ്ണിനാൽ ഇല്ലാതാക്കപ്പെട്ട 22 പേരുടെ ശരീരഭാഗങ്ങളാണ്. ഉറക്കത്തിനിടയിൽ അന്ത്യമില്ലാത്ത ഉറക്കത്തിലേക്ക് വീണുപോയവർ. അതിജീവിച്ച മനുഷ്യരെ മറ്റേത് നാടിനേക്കാളും ചേർത്ത് നിർത്തുന്നുണ്ട് കേരളം. 7 ദിവസം കൊണ്ട് വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെത്തിയത് 53,98,52,942 രൂപ. അതിജീവനത്തിന് വയനാടിന് ഇനിയും വേണം കൈത്താങ്ങ്. ലോകോത്തര നിലവാരത്തിലുള്ള ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. സർക്കാരിനൊപ്പം കേരളം കൈകോർക്കുമ്പോൾ പുനരധിവാസത്തിൻ്റെ ഒരു പുതിയ മാതൃക രചിക്കണം. ചേർത്ത് നിർത്താം വയനാടിനെ. എൻ്റെ കുടുംബത്തിലത്തെ 9 പേരും നഷ്ടപ്പെട്ടു. എനിക്ക്